കൊല്ലം കണ്ടച്ചിറ ചീപ്പ് മുതൽ ചാത്തനാംകുളം വഴി ചന്ദനത്തോപ്പിലേക്കുള്ള റോഡ് തകർന്നിട്ട് നാളുകൾ. 10 വർഷത്തിലധികമായി റോഡ് തകർന്നു കിടക്കുകയാണ്. കൊല്ലം കോർപ്പറേഷന്റെയും പനയം പെരിനാട് ഗ്രാമപഞ്ചായത്തുകളുടെയും അതിർത്തി പങ്കിടുന്ന റോഡാണിത്. കൊല്ലം കോർപ്പറേഷന്റെയും പനയം പെരിനാട് ഗ്രാമപഞ്ചായത്തുകളുടെയും അതിർത്തി പങ്കിടുന്ന റോഡാണ് കൊല്ലം കണ്ടച്ചിറ ചീപ്പ് മുതൽ ചാത്തനാംകുളം വഴി ചന്ദനത്തോപ്പ് വരെയുള്ള റോഡ് തകർന്നിട്ട് 10 വർഷത്തിലധികമായി. എന്നാൽ നവീകരണത്തിന് യാതൊരു നടപടികളുമില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് റോഡിന് പണം അനുവദിച്ചതായും നവീകരണ ജോലികൾ ഉടൻ ആരംഭിക്കുമെന്നും പറഞ്ഞ് അളവുകൾ നടന്നിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. റോഡ് നിരന്തരമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അത് വർക്കെടുത്ത് ചെയ്യാനുള്ള ഒരു താല്പര്യം ആരും കാണിക്കുന്നില്ല. എത്ര ആളുണ്ടെങ്കിലുണ്ട്? ഇപ്പം 7 വർഷം കൊണ്ട് ഇങ്ങനെ നടക്കുക. ഒരു MLA തിരിഞ്ഞു. ഇത് കോർപ്പറേഷൻ, പഴയ കോർപ്പറേഷനും പഴയ പഞ്ചായത്തും കൂടാണ്. അപ്പോൾ അവർ തമ്മിലൊരു കോമ്പറ്റീഷനാണ്. ഇത് 3 കോടി അനുവദിച്ചതാണ്. അപ്പോൾ 3 കോടി കൊണ്ട് തീരത്തില്ല. ഇലക്ഷൻ പ്രമാണിച്ച് വന്ന് നോക്കിയിട്ട് പോയി. ഇലക്ഷൻ പ്രമാണിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇതുവരെ അതിനുള്ള ഒരു പോകുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടുന്ന് ചന്ദനത്തോപ്പ് വരെയുള്ള റോഡ്, കണ്ടത്തറ ചീപ്പ് മുതൽ ചന്ദനത്തോപ്പ് വരെയുള്ള റോഡും 7 വർഷം കൊണ്ട് ഇങ്ങനെ നടക്കുക. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തകർന്ന റോഡിലൂടെ യാത്ര ചെയ്യേണ്ട സ്ഥിതിയിലാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ റോഡിന്റെ തകർച്ച മൂലം ദുരിതം നേരിടുകയാണ്. നേരത്തെ ഇതുവഴി ബസ് റൂട്ട് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് റോഡ് തകർന്നതിനെ തുടർന്ന് നിർത്തിവെച്ചു. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിനാണ് ഈ ദുസ്ഥിതി. ഇവിടുത്തെ വെള്ളക്കെട്ടാകട്ടെ അപകടങ്ങൾക്കും കാരണമാകുന്നു. പഞ്ചായത്തുകളും കോർപ്പറേഷനും തമ്മിലുള്ള തർക്കമാണ് റോഡ് നവീകരിക്കാത്തതിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നൊരു അതുകൊണ്ട് വീഴാൻ പോയണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ കണ്ട സമയം തൊട്ട് ഇങ്ങനെ തന്നെ. മെനഞ്ഞാന്ന് ഒരു കൊച്ചും ഒരെണ്ണയുടെ അവിടെ വന്ന് വീണു ആ ഭാഗത്ത്. ഇത് എന്ന് ശരിയാവുമെന്ന് ആർക്കും അറിയത്തില്ല. ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇതിലെ കൂടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടച്ചിറയിൽ നിന്ന് നമ്മളെ മുടന്തിര ജംഗ്ഷൻ ആ റോഡ് കണക്ട് ചെയ്യുന്നതാണ്. ഇത് ഭയങ്കര ദുരിതം പിടിച്ചൊരു യാത്രയായിരുന്നു. റോഡെന്ന് പറയുന്നത് ഏതാണ്ട് എൻ്റെ അറിവിൽ ഒരു 4-5 വർഷത്തിൽ കൂടുതലായി ഇതേ അവസ്ഥയാണ്. ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. ഈ റോഡിന് എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ ഏരിയ തങ്ങളിൽ. അപ്പം ഈ റോഡ് ഇങ്ങനെ തന്നെ, ഇതിനകത്ത് ഇനി മാറാനും പോകുന്നില്ല, മാറ്റവും ഇല്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം.